ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന രീതിയിൽ മറ്റുള്ളവരെ വിമർശിക്കുന്നവരും പരിഹസിക്കുന്നവരും പുച്ഛിക്കുന്നവരുമുണ്ട്. പരിഹാസം ഒരാളെ തളർത്തുന്ന വലിയ ഒരു പാതകമാണ്. പുച്ഛഭാവവും പുച്ഛ സംസാരങ്ങളുമെല്ലാം. വിമർശനവും അതുപോലെ തന്നെ. നിരന്തരമായി മറ്റുള്ളവരെ പരിഹസിക്കുന്നവർ, പുച്ഛിക്കുന്നവർ, വിമർശിക്കുന്നവർ തന്നിലുള്ള നെഗറ്റീവുകളെ, തന്നിലുള്ള പോരായ്മകളെ, ഒരുപക്ഷെ താൻ വിമർശന വിധേയനാക്കുന്ന, താൻ പരിഹസിക്കുന്ന, താൻ പുച്ഛിക്കുന്ന വ്യക്തികളെക്കാൾ കൂടുതൽ പോരായ്മകൾ തന്നിലുണ്ട് എന്ന് മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെ നിരന്തരമായി പരിഹസിക്കുന്നവരും പുച്ഛിക്കുന്നവരും എന്താണ് അവരുടെ ജീവിതത്തിൽ കരുതി വച്ചിട്ടുള്ളത് നാളേക്ക് വേണ്ടി? ഒരുപാട് ആളുകളെ വെറുപ്പിച്ചതുകൊണ്ട്, ഒരുപാട് ആളുകളെ വേദനിപ്പിച്ചതുകൊണ്ട് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉപകാരമുള്ളത്? ആരെയും പുച്ഛിക്കാതിരിക്കുക, പരിഹസിക്കാതിരിക്കുക.